ആളിയാ എന്താണ്ട് എന്താ സാധനം അറിയാം ഞങ്ങൾക്ക് എന്താ സാധനം അറിയാം ആപ്പിൾ പൊരിച്ച് എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാ. നമസ്കാരം സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആപ്പിൾ ഫ്രൈ ആണ്. അപ്പോൾ ഞാനിതിന് മുമ്പ് പറഞ്ഞു ആപ്പിൾ ഫ്രൈ ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ പോവുകയാണ്. വളരെ എളുപ്പത്തിൽ ഈ ആപ്പിൾ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തതെന്ന് നോക്കാം. അപ്പോൾ ആപ്പിളൊക്കെ കേടുവരാതെ നമുക്കിങ്ങനെ ഒരു ഫ്രൈ കൂടി ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിനൊരു മാവ് തയ്യാറാക്കിയെടുക്കണം. സാധാരണ നമ്മുടെ പഴംപൊരിക്കൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന അതേ രീതിയിലുള്ള ഒരു മാവ് തന്നെയാണ് ഇതിനും തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ഞാൻ ആദ്യം തന്നെ 1 കപ്പ് ദോശമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ദോശമാവ് ഇല്ലാത്തവർക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ദോശമാവ് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ദോശമാവാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതേപോലെ ഒരു 4 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഫ്ലേവറിന് വേണമെങ്കിൽ കുറച്ച് ഏലക്ക പൗഡറും അതേപോലെ കരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഏലക്ക പൗഡറും അതേപോലെ തന്നെ 1 ടീസ്പൂൺ വനില പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്തത്. അതേപോലെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പഞ്ചസാര ഇതിൽ ചേർത്തിട്ടുണ്ട്. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത്രയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി. വിസ്ക് ഉപയോഗിച്ച് ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള മൈദയും ചേർത്ത് ഒരു പാകത്തിന് നമുക്ക് ഈ മാവ് തയ്യാറാക്കിയെടുക്കാം. സാധാരണ പഴംപൊരിക്കൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ മാവ് തയ്യാറാക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു പഴംപൊരിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും ഏകദേശം ഈ മാവ് തന്നെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോ കാണാത്തവരെല്ലാവരും കാണുക. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ആപ്പിൾ തയ്യാറാക്കിയെടുക്കണം. ആപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞത് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഇതിൽ ഞാൻ അവസാനമായി ചേർത്തത് എള്ളാണ്. കരിഞ്ജീരകമാണ് ചേർക്കേണ്ടത്. ഞാൻ എള്ളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പം ആപ്പിളൊക്കെ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പിൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. കട്ടിങ് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ കുരുവൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് മാവിൽ ചേർത്തിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പഴംപൊരിയൊക്കെ പൊന്തി വന്നതുപോലെ തന്നെ മേലെ പൊന്തി വന്നിട്ടുണ്ട്. നന്നായിട്ട് പുള്ളിയും വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ ആപ്പിൾ ഫ്രൈ. നല്ല രുചിയായിരുന്നു. അപ്പോൾ കരിഞ്ജീരകവും ഏലക്കായും നിങ്ങൾ മറക്കരുത്, അതുകൂടി ചേർത്താൽ നല്ല രുചിയായിരിക്കും. അപ്പം സുഹൃത്തുക്കളെ, നമ്മുടെ ആപ്പിൾ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ആപ്പിൾ ഉണ്ടെങ്കിൽ ഒന്ന് ആപ്പിൾ ഫ്രൈ ചെയ്ത് നോക്കുക, നല്ല രുചിയായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.